ഇത് ആഘോഷങ്ങളുടെ കാലമാണ്. ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, പല രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ജനിച്ചാൽ ആഘോഷം, മരിച്ചാൽ ആഘോഷം. അതെ, എന്തിനാ സിനിമ റിലീസ് ആയാൽ ആഘോഷം, ആ സിനിമ റിലീസ് ചെയ്ത സിനിമ പൊട്ടിപ്പോയാൽ ആഘോഷം. എന്തിനാ സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാർ ആഘോഷിക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയാൽ ആഘോഷം, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആഘോഷം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പൊ പരാജയപ്പെട്ടാലുള്ള ഒരു ആഘോഷം നമ്മൾ ആരും അറിയുന്നില്ലെന്ന് മാത്രം. എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. ഈ നാട്ടിൽ എനിക്കൊരു വിലയും ഇല്ല, ജനവാണിൽ കഴിയുന്നില്ല, ഞാനിപ്പം വഴിയാ എന്റെ അമ്മാവാ. തിരഞ്ഞെടുപ്പൊരു ഗെയിം, അത് മാത്രമാണ് ഗെയിം. ജയിച്ചാൽ എന്റെ ടൈം, തോറ്റാലോ ഷെയിം. നേതാവാകാൻ വേണ്ടി ജനിച്ചതാണ് ഈ മണ്ണിൽ, തീയിൽ മുളച്ചതാ ഞാൻ, വെയിലേറ്റു പാടില്ല. താടി വീട്ടിൽ കെട്ടുന്നില്ല, പെങ്ങൾക്കോ മറ്റും ഇല്ല, എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവാ. വെറുതെ തോൽവി ആഘോഷ പരിപാടിക്ക് വരണ്ടായിരുന്നു. നടുവിളിക്ക് പോയല്ലോ ദൈവമേ. ദൈവത്തെ വിളിച്ചത് അറിയും കേട്ടോ ആവോ. എന്തായാലും വേണ്ടില്ല. അല്ലേ, നിങ്ങൾ റെഡി ആയില്ലേ? എവിടെ പോവാൻ? നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോകുന്നു. പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കാണിക്കുന്ന ഇന്നലെ രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ, എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ. ഇന്ന് സിനിമയ്ക്ക് പോണ കാര്യം നടക്കത്തില്ല. നിനക്ക് വേണേ റാണി, മന്ദാകിനി, ലക്ഷ്മി, ഇതിലേത് വേണമെന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. നമ്മുടെ ആവോളം നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. കണ്ടവളുമാർ അടുത്ത പോയി നിരങ്ങ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കേടല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നോക്കിക്കോ. എടി, കണ്ടവളുമാരെന്ന് പറഞ്ഞ നീ പറയുന്ന പോലെ പെണ്ണുങ്ങളൊന്നും അല്ല. ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോകാൻ കാശുണ്ട്. എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകും അല്ലേ? എനിക്ക് ഇന്ന് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ. അതിന്റെ ഭാഷയാ. ഭാഷയാണോ? സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ, കേട്ടാ. നിനക്കറിയോ, നാണ്യമാനം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുക. എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക, അറിയാവോ? മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നട്ടല് എടി, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോണ്ട് പോകേണ്ടി വന്നിരിക്കും. എന്തിനാ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോൺ ഒക്കെ എടുക്കുന്നത്? വലിയ വലിയ വർത്താനം പറയല്ലേ. എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്? നിന്റെ അച്ഛൻ എന്റെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തയ്ക്ക് പറയുമെന്ന്. നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി പിടിക്കുള്ള കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛനും എന്റെ അമ്മയും നമ്മൾ രണ്ടും 3 പിള്ളേരും, നിന്റെ അനിയത്തി, പിന്നെ രാജേഷു, സുരേഷ്, ഇവരെല്ലാം കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് സിനിമ കാണാൻ പോകണമെങ്കിലേ കാശ് കുറയാകും. പിന്നെ അവിടെ ചെന്ന് പിള്ളേർക്ക് സോഡ, ടച്ചിങ്സ്, ഇതെല്ലാം വേണ്ടേ? സോഡയും ടച്ചിങ്സും അല്ല, സോറി, മറന്നുപോയി. മറ്റേ മാംഗോ ജ്യൂസ്, പോപ്കോൺ, ഇതൊക്കെ പൈസ കൊടുക്കാതെ എന്റെ അമ്മാവനാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്രാവശ്യം നമ്മൾ ആരും വിളിക്കുന്നില്ല. നമ്മൾ ഒരുമിച്ച് പോകുന്നു, നിങ്ങളും ഞാനും നമ്മുടെ 3 മക്കളും മാത്രം. പിന്നൊരു കാര്യം, നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല, നമ്മൾ താഴത്ത് പോകുന്നു. അയ്യ, കൊള്ളത്തില്ല. എടിതേ, തറയെ കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടോ. ഞാൻ ഇത്തിരി സ്റ്റാൻഡേർഡുള്ള ഫാമിലി ജനിച്ചവനാ. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം അടിച്ച് തറയപ്പോ അതിപ്പോ ദൈവം എന്റെ തലവരെ അതായിപ്പോയി. നിങ്ങൾ ഏത് കൊമ്പത്തെ ഫാമിലിയിൽ എന്നാ പറഞ്ഞേ? നിങ്ങൾ വെള്ളം അടിച്ച് തറയെ കിടക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മനുഷ്യ. എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ കൊമ്പത്തെ ഫാമിലി. എടി, നമ്മൾ ബോധമില്ലാത്തൊരു മനുഷ്യൻ ബോധമില്ലാതെ തറയെ കിടക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ബോധമുണ്ട് ഞാൻ എവിടെ കിടക്കും? ഞാൻ ബെഡിലല്ലേ കിടക്കത്തുള്ളൂ. ബോധമില്ലല്ലോ, അതല്ലേ. നിങ്ങൾ വലിയ ബോധത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ?
എനിക്കത് ഇപ്പൊ അറിയണം. അല്ല ഇപ്പൊ അറിഞ്ഞില്ല നീ എന്ത് ചെയ്യും? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം ആ ഉണ്ടാക്കും. കൊണ്ടുപോകുന്നില്ല. ഏ? വലിയ ദേ നീ എന്റെ അടുത്ത് കളിക്കില്ല. ദേ നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുത്? ഓ, നിന്റെ നിങ്ങള്- കൈ നീ നിങ്ങള്- എന്റെ അമ്മായിയൊന്നുമല്ലല്ലോ. ആഹാ, ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത്. നിങ്ങളെ ഞാനൊന്ന് നോക്കി ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നെ ദേ, എന്നെ കല്യാണുണ്ടല്ലോ നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായോ? നിന്നെ എവിടെയാണ് ഇടിച്ച? ഇടിക്കുമ്പോ 2 പൈൻ്റായിട്ട് ഇടിക്കണ്ട, ഒരു ഫുള്ളായിട്ടാണ് ഇടിക്കുന്നത്. ഞാൻ ചത്തുപോയി എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കരുതെന്ന്. എന്റെ മാവേലിക്കര തമ്പുരാനെ, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷിക്കളെ. അയ്യോ മാഡം, ഇത് മാവേലി. നീ മിണ്ടണ്ട പ്രഭാകര. നീ മാവേലിയായിട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും. എന്റെ അടുത്ത് വരരുത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് പ്രഭാകരനൊന്നും അല്ല, ഇത് മാവേലിയാണ്. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. നേരത്തെ രായപ്പൻ വന്നപ്പോഴും അവൻ മാവേലിയായിട്ടാ വന്നെ. ഇപ്പൊ പ്രഭാകരൻ വന്ന് എനിക്കെന്താ ഇവിടെ കണ്ട അറിയാൻ പാടില്ല. ഇവിടെ നേരം വെളുത്ത ഈ ഓണം വന്നാൽ നേരം വെളുത്ത വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം. അതേന്നെ. ഓ എന്റെ പൊന്നെ, ഞങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇതാണ് യഥാർത്ഥ മാവേലി. ഇത് ഇതാ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അറിയത്തില്ല. തിരുവോണമല്ലേ ഇന്ന്, ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. അത് പിന്നെ ഞാനൊന്നും ഒരുങ്ങിയതാ, പക്ഷെ നടന്നില്ല. അതെന്താ? എന്താ? എന്താണെന്നോ, ഞാനൊന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ഇവിടെ പെർഫോമൻസ് റൗണ്ട് അല്ലായിരുന്നു. നിങ്ങൾ നേരത്തെ വരുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി SMS ചെയ്തായിരുന്നു. അത്ര പെർഫോമൻസ് അല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് 2 കോടിയുടെ ഫ്ലാറ്റ് അത് കിട്ടിയില്ലേ? 2 കോടിയുടെ ഫ്ലാറ്റ് ഒന്നും കിട്ടില്ല. 2 ഇടി കിട്ടിയപ്പോ ഞാൻ ഫ്ലാറ്റ്. അതെ, രണ്ടെണ്ണം നിങ്ങൾ എന്നെയുള്ള മനുഷ്യൻ. ഞാൻ കുനിച്ചു നിർത്തി എത്ര ഇടി ഇടിച്ചതാ. ഞാൻ ഇടിച്ച ബാക്കി ഇടിക്കുന്നു ഒരു വില ഇല്ലാണ്ടായി. അല്ലെങ്കിലും ഇങ്ങനെ. അയ്യോ, പിന്നെ എന്റെ നത്തല്ലൊടിയുമ്പോഴല്ലേ ഞാൻ നിന്റെ ഇടിയുടെ എണ്ണം നോക്കാൻ പോണം. ഒന്ന് പോലെ കൊടുത്തു ചുമ്മാ. വേണ്ട വേണ്ട, ലഹളകളൊന്നും വേണ്ട. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം. ഇത്തവണ വന്നിട്ട് പ്രജകളാരും നമ്മളെ ഗവനിച്ചിട്ടില്ല. എല്ലാ ആഘോഷവും ഇപ്പൊ TV-യിൽ മാത്രമാണല്ലോ. അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ അതാ നല്ലത്. എന്റെ തിരുമേനി, വരാതിരുന്നാ പ്രജകളെ കാണാൻ പറ്റുമോ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. പ്രജയുടെ ഒരു സൂപ്പർ CD ഞാൻ തരാം. മോഹൻലാലിന്റെ അടിപൊളി പടം. എന്നെ സ്റ്റണ്ടാന്നറിയാം. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു, ഇന്ന് അമ്മയുടെ ഓണപ്പരിപാടി ഉണ്ടല്ലോ. അമ്മയ്ക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ. വിനാശകാലെ ഓപ്പോസിറ്റ് ബുദ്ധി. ആരുടെ അമ്മയാ? എന്റെ അമ്മയുടെ കാര്യം അല്ല പറഞ്ഞത്, താരങ്ങളുടെ അമ്മയുടെ പരിപാടി TV നടക്കുന്നത്. നീ ആ TV അങ്ങോട്ടൊന്നും. എന്നെ സിനിമയ്ക്ക് കൊണ്ടോ പറഞ്ഞപ്പോഴേ ആ കുന്താണ്ടത്തിൽ അത് ഉള്ളതുകൊണ്ടല്ലേ, അമ്മയുടെ പരിപാടി TV-യിൽ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാനിത് തല്ലിപ്പൊട്ടിക്കും, നോക്കിക്കോ. നീ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ TV കണ്ടു ഞാൻ ആ TV ഇട്ട് വെള്ളം അടിച്ചോളാം കേട്ടോ. അത് വേണ്ട, അത് വേണ്ട. ദേ മാവേലി, ഞാനൊരു വെറുവാക്ക് പറഞ്ഞു പോയി ആ TV തല്ലി പൊട്ടിക്കുമെന്ന്. ഇനി ഞാനത് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. ദേ അതങ്ങാനും എടുത്തോണ്ട് പോയാലുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, TV ഒന്നും തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട. നിനക്കാവശ്യമുള്ള സാധനം ഞാൻ തരാം. എന്ത് സാധനം? എന്നാ സാധനം? എനിക്കിപ്പോ മനസ്സിലായി. മാവേലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. മാവേലിക്ക് പ്രജകളോട് സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാലും എന്റെ മാവേലി, നിങ്ങളൊരു ഒടുക്കത്തെ ചെയ്തായി പോയി എന്നോട് ചെയ്തത്. പോലെ ഇത്ര നല്ലൊരു വേഷം കെട്ടി വന്ന മനുഷ്യൻ എന്നോട് ചെയ്യാൻ കൊള്ളായിരുന്നു. കുഞ്ഞെ കരയാതിരിക്കൂ. ആശ്വസിപ്പിച്ചെന്ന് ഞാൻ അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഇങ്ങോട്ട് പറയട്ടെ, ഇത് മദ്യമല്ല. നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുടിക്കാതിരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഞാൻ. നല്ല സാധനം. അതൊന്നും അല്ലെന്നേ, ഞാൻ ആ ഫുള്ള് മേടിച്ചെടുക്കൂ. ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ച് ചേട്ടന് ഫുള്ള് തന്നതല്ലേ. ചേട്ടൻ ഇതൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ. ആരെങ്കിലും ചോദിച്ചാ അവന് 2 തെറി പറഞ്ഞ 2 തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണമെന്ന്. ആർക്കും കൊടുക്കണ്ട. നീ ഇപ്പഴാ ഒരു യഥാർത്ഥ ഭാര്യ, ഒരു ഭർത്താവിന്റെ വിഷമം മനസ്സിലാക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. മാവേലി, എല്ലാ വർഷവും പറഞ്ഞ ഈ വീട്ടിലെ വേറെ എങ്ങും പോയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടോ.
ഒരു ഫുള്ളല്ല 2 ഫുള്ളായാലും കുഴപ്പമില്ല. ഞാൻ ഒറ്റക്ക് നടിച്ചോളാം. സത്യം അല്ല ആർക്കും അതെ അതെ കൊടുക്കത്തില്ല. സർവ്വവിധ ഐശ്വര്യങ്ങളും നേരുന്നു ഈ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓഹോ ഓ പാതാളത്തിതാണല്ലോ. അല്ല നീയായിരുന്നോ? എടി നീ പറയുന്നോന്ന് ഞാൻ കേക്ക്. അല്ല ഞാൻ പറയുന്നോന്ന് നീ കേക്ക്. ചിക്കനാണോ? തക്കാളിയോ? എന്ത് പന്നിയോ? അയ്യോ പോയി. ആരാ? പാതാളത്തിന് പന്നിയാ? എന്തോ? അല്ല പാതാളത്തിന് പത്നിയാ? എടോ, ഞാൻ തരുന്ന തുച്ഛമായ ശമ്പളമല്ലേ തനിക്കുള്ളൂ? അതെ. എന്നിട്ടാന്നോ നല്ല ചിക്കനും പന്നിയും തക്കാളിയൊക്കെ പൊരിച്ചടിക്കുന്നത്? അയ്യോ അതിന്റെ കാര്യം അല്ല തിരുമേനി. പിന്നെന്തുവാ? പാതാളത്തില് മൂത്ത കൊച്ചിന് പന്നിപ്പനി, രണ്ടാമത്തേന് തക്കാളിപ്പനി, മൂന്നാമത്തേന് ചിക്കൻ ഗുനിയ. പാതാളത്തിൽ നിന്ന് പോന്നിട്ട് കുറെ ദിവസം ആയില്ലേ, തനിക്ക് ഒന്ന് അന്വേഷിക്കാൻ നേരമില്ലടാ മനുഷ്യ എന്ന് പത്നി വിളിച്ച് ചോദിച്ചു. ആട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? ഓഹോ തിരുമേനി ഇത് ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ വൈകിട്ടെന്താ പരിപാടി? എന്താ? എടോ, ഈ പരിപാടിയുടെ കാര്യമല്ല, നമുക്കേ തിരിച്ച് പാതാളത്തിലോട്ട് ചെല്ലണ്ടേ? ഓ ശരിയാണല്ലോ. അവിടത്തെ കാര്യങ്ങളാണെങ്കിൽ ആകപ്പാടെ അവതാളത്തിലായിരിക്കുന്ന സമയമാണ്. ശരിയാ തിരുമേനി. ഇവിടെ ഇങ്ങനെ തേരാപ്പാരാ തെണ്ടി നടന്ന് വല്ല പന്നിപ്പനിയും പിടിക്കുന്നതിന് മുൻപ് നമുക്ക് പാതാളത്തിലേക്ക് തിരിച്ചു പോകാം. സൂസിയെ ചാറ്റ് ചെയ്തിട്ട് എപ്പം മീറ്റ് ചെയ്യാന്ന് ചോദിക്കും. അത് വേണോ? പിന്നെ അവള് നമ്മളെ ചീറ്റ് ചെയ്താല എന്നാ നമുക്ക് മാറ്റി ചെയ്യാം. മാറ്റിയാണ് അവളെ മാറ്റിയിട്ട് വേറെ ഒരുത്തി എടുക്കാമെന്ന്. ഓ അങ്ങനെ ഓക്കെ. ഞങ്ങൾ എത്തി. നിങ്ങൾ ഇതേവരെ പോയില്ലേ? ഇല്ല. അല്ല, കമ്പ്യൂട്ടറിൽ വല്ല ഗെയിമും കളിക്കുകയാണോ? അല്ല, ഞങ്ങൾ ഇമെയിൽ വഴി എനിക്കൊരു കല്യാണം ഉറപ്പിക്കുക. അപ്പൊ ഇമെയിലുമായിട്ടാണോ കല്യാണം? പണ്ടൊക്കെ ഫീമെയിലുമായിട്ടായിരുന്നു കല്യാണം. കാലം പോയ പോക്കേ. എങ്ങനെയുണ്ടായിരുന്നു മാവേലി ഓണമൊക്കെ? ഓണമൊക്കെ ഗംഭീരമായിരുന്നു. പ്രജകളെ കാണാനും ക്ഷേമം അന്വേഷിക്കുവാനും പറ്റി. പിന്നെ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള സമയവുമായി. ഓ, യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും. എന്നാ ശരി, അടുത്ത ഓണത്തിന് കാണാം. അല്ല, മടങ്ങിപ്പോകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാശിനാണെങ്കിൽ 10 പൈസ ഇല്ല. കാശിന്റെ കശുവട്ടിയുടെ കാര്യമല്ല, കർമ്മണ്യെ വന്ന വഴി കാര്യസ്ഥേ മാ ഫലേഷു കഥാചന. മനസ്സിലായില്ല? വന്ന വഴി മറക്കരുത്. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ www.maveli.com എന്ന എന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തില്ലേ? അത് ക്ലോസ് ചെയ്താലേ ഞങ്ങൾക്ക് പാതാളത്തിലേക്ക് പോകാൻ പറ്റൂ. അത്രേ ഉള്ള ശരിയാക്കി തരാം. എടാ പോയി, എന്റെ കമ്പ്യൂട്ടറും പോയി. പോകാം.